മനുഷ്യരുടെ സ്നേഹങ്ങൾ നീങ്ങിപ്പോകും, മനുഷ്യരുടെ കരുതുകൾ ഇല്ലാതെയായിട്ട് തരും. എല്ലാവരുടെയും സ്നേഹം എന്താണ്? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ പോലും ആ ഭാര്യയിൽ നിന്ന് അവൻ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് അവളുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അവൻ അവളെ വെറുക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അവരുടെ ഹൃദയത്തിലും ചില അജണ്ടകളുണ്ട്. അവരുടെ ഹൃദയത്തിനൊത്തവണ്ണം ഭർത്താവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവളും ആ പുരുഷനെ വിട്ട് മറ്റൊരു പുരുഷനെ തേടി പോകുന്നു. മക്കൾക്ക് അമ്മയപ്പന്മാരോടും അമ്മയ്ക്ക് മക്കളോടും, പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങളോടും, നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം കിട്ടാതായിരിക്കുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയുകയാണ്. എന്നാൽ പ്രതിഫലം കൂടാതെ നിന്നെ സ്നേഹിച്ച, പ്രതിഫലേച്ച കൂടാതെ നിന്നെ സ്നേഹിച്ച സ്വന്തം പ്രാണനെ പോലും പാപിയായിരിക്കും നിനക്ക് വേണ്ടി നൽകി തന്ന ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് വെളിപ്പെട്ടു വന്നത്. അതെങ്ങനെ വെളിപ്പെട്ടു വന്നു? നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ദൈവത്തിന് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മൾ നിഷേധിക്കുന്നുവെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചിരിക്കുന്നു. അതെ, നമ്മളെ സ്നേഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു എന്നുള്ള നല്ല സാധുവർത്താനം നിങ്ങളോട് ഘോഷിക്കുകയാണ്.